KSRTCയിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി. ഓണക്കാലമായിട്ടും 8000-ഓളം താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളമില്ല. ജൂലൈ മാസം നൽകേണ്ട പകുതി ശമ്പളം പോലും ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളം പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഓണം ദുരിതപൂർണമാകുമെന്ന ആശങ്കയിലാണ് ജീവനക്കാരുടെ കുടുംബം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം ലഭിച്ച് KSRTCയിൽ കഴിഞ്ഞ 18 വർഷമായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർക്കാണ് ശമ്പളം മുടങ്ങിയിരിക്കുന്നത്. 8000-ഓളം എംപാനൽ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതായതോടെ 8000-ഓളം കുടുംബങ്ങളും ഈ ഓണക്കാലത്ത് ദുരിതത്തിലാവുകയാണ്. കണ്ടക്ടർ, ഡ്രൈവർ, മെക്കാനിക്, ക്ലർക്ക് എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ശമ്പളമില്ലാത്തത്. ജൂലൈ മാസം നൽകേണ്ട പകുതി ശമ്പളം ഇതുവരെയും ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. സ്ഥിരം ജീവനക്കാർക്ക് ഒരു ഡ്യൂട്ടിക്ക് 1500-ലധികം രൂപ ലഭിക്കുമ്പോൾ താൽക്കാലിക ജീവനക്കാർക്ക് ഒരു ആനുകൂല്യങ്ങളുമില്ലാതെ ലഭിക്കുന്നത് വെറും 715 രൂപയാണ്. ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനു പുറമെയാണ് ലഭിച്ചിരുന്ന ശമ്പളം പോലും നൽകാതിരിക്കുന്നത്. ഓണക്കാലത്ത് സാധാരണ ദിവസങ്ങളെക്കാൾ കനത്ത തിരക്കാണ് ബസ്സുകളിൽ അനുഭവപ്പെടുക. പ്രതിദിന കളക്ഷനും ഇരട്ടിയോളം വരും. സാധാരണഗതിയിൽ പ്രതിദിന കളക്ഷൻ 5 കോടിയാണെങ്കിൽ കഴിഞ്ഞ ഓണക്കാലത്ത് 10 കോടിയോളം കളക്ഷൻ ലഭിച്ചിരുന്നു. സ്ഥിരം ജീവനക്കാർ പല കാരണങ്ങൾ പറഞ്ഞ് ഉത്സവകാലത്ത് അവധിയെടുക്കുമ്പോൾ അധിക സർവീസുകൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് എംപാനൽ ജീവനക്കാരെയാണ്. അതേസമയം ശമ്പളം പോലും കൃത്യമായി ലഭിക്കാത്തതോടെ അമർഷത്തിലാണ് ജീവനക്കാർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.